എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും പിണക്കങ്ങളൊക്കെ പലവിധമുണ്ട് അല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പലപ്പോഴും പിണങ്ങാറുള്ളത്. പക്ഷേ ആ പിണക്കങ്ങൾ നമ്മൾ നീട്ടി കൊണ്ടുപോകുമ്പോൾ അവസാനം അതിൻ്റെ കാരണം പോലും നമ്മൾ മറക്കുന്ന ഒരവസ്ഥയിലെത്തും. എന്താണ് നമ്മൾ സംസാരിച്ച് എന്താണ് പ്രശ്നം പറ്റിയതെന്ന് നമ്മൾ മറന്നുപോകും. പക്ഷേ നമ്മളെ പിണക്കൊരിക്കലും മറക്കാതെ അതങ്ങനെ മനസ്സിൽ കിടന്ന് ഘനീഭവിച്ച് ഒരു കല്ലായിട്ട് നമ്മളെ മനസ്സിൽ നിൽക്കും അല്ലേ. വളരെ അടുത്ത ആളുകളായിരിക്കും, വളരെ സഹോദരങ്ങളായിരിക്കാം. ചിലപ്പോൾ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാകും. നേരിയൊരു അത് പറഞ്ഞു തീർക്കാവുന്ന ഒന്നടുത്തിരുന്നാൽ, രണ്ടുപേരും മനസ്സ് വെച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന ആ ചെറിയ പ്രശ്നം വലിയൊരു ആഗോള പ്രശ്നമായി മാറി ഒരിക്കലും മറക്കാതെ മുഖത്തോട് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അത് നമ്മൾ മനുഷ്യർ. നമ്മൾ കാരണം പലത് പറഞ്ഞാലും ഒരുപക്ഷെ ആ കാരണങ്ങളൊന്നും ആയിരിക്കില്ല. ചെറിയൊരു സൗന്ദര്യ പിണക്കമായിരിക്കാം, ചെറിയൊരു പ്രശ്നമായിരിക്കാം അതിൻ്റെ പിന്നിലുള്ളത്. അത് നമ്മളെപ്പോഴും ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ വേണ്ടാന്ന് വെക്കുമ്പോൾ, മനസ്സിൽ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അന്നുണ്ടായ ആ കാരണം, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് തോന്നിയ ആ കാരണങ്ങൾ വിട്ടിട്ട് നമുക്ക് പറ്റുമെങ്കിൽ അദ്ദേഹം ചെയ്ത നന്മകൾ, അല്ലെങ്കിൽ ആ വ്യക്തി നമുക്ക് ചെയ്ത നന്മകളിലേക്ക് മാത്രം നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കെല്ലാം മറക്കുകയും പൊറുക്കുകയും അവരുമായിട്ട് നല്ലൊരു ആത്മാർത്ഥ സ്നേഹം സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് താഴാൻ തയ്യാറാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കാണാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോഴും ഒരു ദുരഭിമാനം പോലെ അത് കണക്കാക്കിയിട്ട് ഞാൻ എന്തിന് താഴ്ന്നു കൊടുക്കണം, ഞാൻ എന്തിന് താഴ്ന്നു നിൽക്കണം, അങ്ങനെ ഒരു ചിന്താഗതിയിൽ അവർ നിൽക്കുമ്പോൾ തീർച്ചയായും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഇല്ലാതെ വരും. ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ രണ്ടുപേരെയും കൂട്ടായ ശ്രമമുണ്ടെങ്കിൽ ചിലപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രശ്നം പരിഹരിച്ചെന്ന് വരാം. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അവരോട് ഒരു മാപ്പ് പറയാൻ തയ്യാറാ, സോറി, ക്ഷമിക്കണം, നമ്മൾ ഇത്രയും നീട്ടിക്കൊണ്ടുപോയി, നമുക്കെല്ലാം മറക്കാം എന്ന് പറഞ്ഞ് നിരുപാധികമായിട്ടുള്ള ഒരു ക്ഷമാപണത്തോടെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയാൻ സാധിക്കും. പക്ഷേ ആര് തുടങ്ങണം എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മളെപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായും പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തണം. അത് വലിയ പ്രശ്നമായാലും ചെറുതായാലും ശരി, നമുക്ക് ആ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുക, സൗഹൃദം സ്ഥാപിക്കുക, ആ ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒരു പരിഹാരവും ദൂരമല്ല. ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, അത് വീണ്ടെടുക്കാൻ എളുപ്പമാണ്, തകർക്കാൻ നിമിഷം മതി, ചില വാക്കുകൾ മാത്രം മതി. അതുകൊണ്ട് ഓർക്കുക, ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന ബന്ധങ്ങളാണ്. രക്തബന്ധങ്ങളാവട്ടെ, സ്നേഹബന്ധങ്ങളാവട്ടെ, തകർക്കാൻ ഒരു നിമിഷം മതി. അപ്പോൾ അതിനു മുമ്പേ എല്ലാവരും ഒന്നുകൂടെ ആലോചിക്കുക. തീർച്ചയായും എല്ലാവർക്കും അതുപോലെ ചിന്തിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ തൽക്കാലം നിർത്തുകയാണ്. സൈനിങ് ഓഫ്, സുരേഷ് പൂനൂർ, പൂനെ.